എന്നെ സംബന്ധിച്ച് ഏത് കലയായാലും അത് കാണാനും കേൾക്കാനും അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും എന്നൊരു ചിന്ത എല്ലാ സമയങ്ങളിലും കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്ഥിരമായിട്ടുള്ള മേളം, തായമ്പക, പഞ്ചവാദ്യം ഇതൊന്നും അല്ലാതെ മറ്റ് ഉപകരണങ്ങളുടെ കൂടെ എങ്ങനെ നമ്മുടെ ചെണ്ടയെ ചേർക്കാം. കേരളത്തിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ഉപകരണം ചെണ്ട എന്നെല്ലാവരും പറയുന്നുണ്ട്. ഈ ഉപകരണത്തിന് അതിന് വലിയൊരു ശബ്ദമാണ്, ചെണ്ട ആസൂരിക ശബ്ദമാണ്. ഇത് പ്രയോഗിക്കുന്ന മട്ടാണ് വേണ്ടതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഹങ്ങളെ പിടിച്ചിട്ട് നമ്മൾ മെരുക്കിയെടുക്കണ്ടല്ലോ, അതുമാതിരി വലിയ സിംഹം ചെണ്ടാന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അതിനെ കൃത്യമായിട്ട് പറയുന്നത് കേൾക്കാറാക്കുക. ഇതിൽ ഏത് ശബ്ദത്തിൽ വേണം, ഇപ്പോൾ തവിലിൻ്റെ കൂടെ വായിക്കുമ്പം എങ്ങനെ വേണം, ഒരു ഡ്രംസിൻ്റെ കൂടെ വായിക്കുമ്പോൾ എങ്ങനെ വേണം, വയലിൻ്റെ കൂടെ വായിക്കുമ്പം എങ്ങനെ വേണം, മൃദംഗത്തിൻ്റെ കൂടെ എങ്ങനെ വേണം, തബലയുടെ കൂടെ, ഇത് തമ്മിൽ ഈ ശബ്ദത്തിൻ്റെ യോജിപ്പ്, കൃത്യമായ ശ്രുതിശുദ്ധമായ ആ ഒരു യോജിപ്പാണ് ഇതിൻ്റെ എല്ലാറ്റിലും മേലെ. ആ യോജിപ്പ് വന്നാലാണ് ഏറ്റവും സുന്ദരമായൊരു അനുഭവം കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കും ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത് നിരന്തരമായിട്ട് അന്വേഷിച്ച് പോകുന്ന ഒരാളും കൂടിയാണ്. അങ്ങനെ പോയത് കൊണ്ട് എനിക്ക് ചേർന്ന് കൊട്ടാൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പം നമുക്ക് വിട്ടുപോയ വയലിൻ ഫ്യൂഷൻ നടത്തിയത് ബാലഭാസ്കർ. എത്രയോ തവണ ബാലഭാസ്കറിൻ്റെ വയലിൻ്റെ കൂടെ സഞ്ചരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഡ്രംസിൽ ശിവമണി, മൃദംഗത്തിൽ ഉമയാൾപുരം ശിവരാമൻ സാറ്, കാരക്കുടി മണി സാറ് തുടങ്ങിയ മഹാരഥന്മാർ, തബലയിൽ സാക്ഷാൽ സക്കീർ ഹുസൈൻജി, ഇങ്ങനെ ഒരുപാട്, സ്റ്റീഫൻ ദേവസി പുതിയ കലാകാരൻ ഇപ്പോൾ ഉള്ള ആൾ തന്നെ, ഇവരോടൊക്കെ കൂട്ടത്തിൽ ഉള്ളിയേരി പ്രകാശ്, ഇവരുടെ കൂടെ സഞ്ചരിക്കണമെങ്കിൽ ഒന്ന് ശ്രുതിശുദ്ധമായ ശബ്ദം കേൾക്കണം, കേൾപ്പിക്കണം എന്നുള്ള മനസ്സുണ്ട്. മറ്റുള്ളവരോട് കൂടി ചെയ്യാനുള്ളൊരു മനസ്സ്. ഇതൊന്നും വേറെ ഒന്നിനും മകളും തായമ്പേ ഞാൻ കൊട്ടുള്ളൂ എന്ന് പറഞ്ഞ് അത് മാത്രമായിട്ട് ഇരിക്കാനുള്ള മനസ്സെനിക്കില്ല. അന്വേഷിച്ച് പോവുക. പല വിഷയങ്ങളും അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ. ആ അന്വേഷണത്തിൻ്റെ വിഷയത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അന്നും ഇന്നും. ഈ പറഞ്ഞ ഒരുവിധം എല്ലാ മറ്റ് കലാകാരന്മാരെ കൂടിയും സഞ്ചരിക്കാനും അവരോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ട് അവർക്കും കൂടി അത് ഇഷ്ടമായി എന്നുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ആദ്യം വിളിച്ച ശിവരാമൻ സാറോ ശിവമണിയെ പിന്നെ എന്നെ വിളിക്കില്ലല്ലോ. അപ്പം അങ്ങനെ ഓരോ സ്ഥലത്തും പരിപാടികൾക്ക് അവർ എന്നെ വിളിക്കുന്നു, പങ്കെടുക്കാൻ ഏറ്റവും സന്തോഷമായി ഞാൻ പോകുന്നു. അത് ഈ ശബ്ദത്തിൻ്റെ സൗന്ദര്യം യോജിപ്പിച്ചെടുക്കുക, അതിനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക, അതിന് പുറമെ നിരന്തരമായിട്ട് അതിന് പ്രവർത്തിക്കുകയും ചെയ്യുക. ആ പ്രവൃത്തിയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് കലാകാരന്മാർ ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ സാധിച്ചല്ലോ. ഇതിൻ്റെ ഇടയിൽ 1990 മുതൽ വെള്ളിനഴി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരു കഥകളി ചെണ്ട അധ്യാപകനായിട്ട് തന്നെ ജോലി ചെയ്ത ഒരാളും കൂടിയാണ് ഞാൻ. കേരളത്തിൽ 2 സ്കൂളുകളിൽ, സർക്കാർ ഹൈസ്കൂളുകളിൽ കഥകളി പഠന വിഷയമായിട്ട് കൊണ്ട് നടന്നിരുന്നു. ഇപ്പോൾ 2 സ്ഥലത്തുമില്ല. അവിടെ വേഷം, പാട്ട്, ചെണ്ട, മദ്ദളം, ചൊട്ടി, അതായത് മേക്കപ്പ്, ഇങ്ങനെ 5 പോസ്റ്റ്. ഈ 5 പോസ്റ്റിൽ ചെണ്ട വിഭാഗത്തിൽ അധ്യാപകനായിട്ട് 20 കൊല്ലത്തോളം സർക്കാർ ഹൈസ്കൂൾ വെള്ളിനഴി ജോലി ചെയ്തു. അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. 90 മുതൽ അവിടെയാണ് താമസം. അതിൻ്റെ ഇടയിൽ 2009 രാജ്യം പത്മശ്രീ നൽകിയിട്ടുള്ളത്. ആ നാട്ടുകാർക്ക് എന്നോടുള്ള താല്പര്യം, അവരെല്ലാവരും മട്ടന്നൂർ മാഷ് എന്നാണ് വിളിക്കുക. വെള്ളിനഴിക്കാർ മുഴുവൻ എന്നെ മട്ടന്നൂർ മാഷ് എന്നാണ് വിളിക്കുക. 2009 പത്മശ്രീ കിട്ടിയ ഉടനെ തന്നെ നാട്ടുകാർ എൻ്റെ പേരിൽ അവിടെ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് പണിത്, ആ ബസ് സ്റ്റോപ്പിൻ്റെ പേര് തന്നെ ഇപ്പോഴും മട്ടന്നൂർ പടി എന്നാണ്. അവിടെയാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു വിഷയം, ഈ പഠിപ്പിച്ച ഗുരുനാഥന്, അതായത് അച്ഛനാണ് എന്നെ ആദ്യം തുടങ്ങിയത്, അച്ഛനെയും അമ്മയെയും അതോടൊപ്പം തന്നെ സഹധർമ്മിണിയെയും കൂട്ടിയിട്ട് പത്മശ്രീ മേടിക്കാൻ പോയത് ഡൽഹിയിൽ വെച്ചിട്ടാണ്.
ആദ്യത്തെ ദിവസം അതിൻ്റെ ഒരു റിഹേഴ്സൽ, നമ്മൾ പ്രസിഡൻറ്റിൻ്റെ മുമ്പിൽ എങ്ങനെ ചെല്ലണം, ഏത് രീതിയിലൊക്കെ ചെയ്യണം എന്ന മാതിരിയുള്ള റിഹേഴ്സൽ തലേ ദിവസമുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കൃത്യമായിട്ട് അവർ പറഞ്ഞ രീതിയിൽ അത് ആ രീതിയിലാണ് മേടിക്കേണ്ടത്. അവിടെ അച്ഛനെയും അമ്മേനെയും, അച്ഛൻ എന്നുള്ള സ്ഥാനം, അതോടൊപ്പം തന്നെ ആദ്യം ചെണ്ട പഠിപ്പിച്ച ഗുരുനാഥൻ എന്നുള്ള സ്ഥാനവും അവരെ കൊണ്ടുപോയിട്ട് അത് സ്വീകരിക്കാൻ സാധിച്ചു എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ടാണ്, സന്തോഷമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ നാടിന് ഇപ്പം ജീവിക്കുന്ന വെള്ളിനഴി ഒളപ്പമണ്ണ മനയുടെ സമീപമാണ്. ഭാരതീയം എന്ന പേരിൽ എനിക്ക് ഇത്രയും കാലം കിട്ടിയ മൊമെൻ്റോകൾ, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്ക് കാണാൻ, കുട്ടികൾക്കൊരു പഠന കേന്ദ്രമായിട്ട്, ഒരു വാദ്യ മ്യൂസിയം ആയിട്ട് അത് ഞാൻ സൂക്ഷിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വെള്ളിനഴിക്ക് വരാം, മട്ടന്നൂർ പടിയിൽ വരാം. ഈ ഭാരതീയം എന്നുള്ള ആ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ആ ഹാള് ഏകദേശം 50 വർഷം മുതൽ കിട്ടിയിരിക്കുന്ന എല്ലാ മൊമെൻ്റോകൾ, കാര്യങ്ങൾ, ഫോട്ടോ, ഇതെല്ലാം എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇത് കേൾക്കുന്നവർ, എന്നെ കാണാൻ വരുന്നവർ കൃത്യമായിട്ട് അവിടെ വരണം, അത് കാണണം എന്നുകൂടി അപേക്ഷിക്കുകയാണ്. ഇനി അല്പം സിനിമയുടെ കാര്യം. ശരത്ത് എന്ന ഒരു ശിഷ്യൻ, അത് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോയ ഷാജി എൻ കരുൺ സാറിൻ്റെ ശിഷ്യൻ ആർ ശരത്ത്, അദ്ദേഹം ഒരു ദിവസം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കേരളത്തിലുള്ള, അത് ഇന്ദിരാഗാന്ധി നാഷണൽ ഏതോ വിഷയത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കേരളത്തിലുള്ള എല്ലാ തായമ്പക്കാരുടെയും കൊട്ട് വീഡിയോ എടുത്തുകൊണ്ട് അത് ഡൽഹിക്ക് കൊടുത്തേക്കേണ്ട ഒരു വിഷയം. ഇപ്പോൾ ശരത്തിന് എന്നെ പരിചയമുള്ളതുകൊണ്ട് നേരെ അവിടേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് തൃത്താല കുഞ്ഞികൃഷ്ണപ്പുതാൾ, ശിവരാമപ്പുതാൾ, കല്ലൂർ രാമകുട്ടിമാരാർ, കല്ലേക്കുളങ്ങര അച്ചൻകുട്ടി തുടങ്ങിയ ഒരുവിധം എല്ലാവരുടെയും തായമ്പക ഡോക്യുമെൻ്റ് ചെയ്തിട്ട് അതാണ് വിഷയം. അതിൻ്റെ ചുമതല എന്നാണ് ഏൽപ്പിച്ചത്. ആ ചുമതലയിൽ കൃത്യമായിട്ട് അന്നത്തെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്ക് എത്രയാണോ പ്രതിഫലം മേടിക്കുന്നത് ആ പ്രതിഫലം നിങ്ങൾക്ക് തന്നിരിക്കും. ആ രീതിയിൽ എല്ലാവരുമായിട്ട് കരാറാക്കിയിട്ടാണ് അതിൻ്റെ മൊത്തം ചുമതല എനിക്കാണ് ഉണ്ടായിരുന്നത്. അത് നടത്തിയ സ്ഥലം ഊരകം എന്നാണ്, തൃശ്ശൂരിനടുത്ത് ഊരകം ക്ഷേത്രമുണ്ട്, അവിടെ വെച്ചിട്ടാണ് ആ എടുത്തത്. ഇത് 2-3 ക്യാമറ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആൾക്കാർ വിചാരിച്ചു ഇതേതോ സിനിമാ വിഷയമല്ല, വലിയൊരു സാമ്പത്തിക വിഷയമുണ്ടെന്നാണ് അവർക്ക് ധരിച്ചു. എന്തായാലും ഓരോ ആളും കഴിഞ്ഞ ശേഷം പ്രതിഫലം കൊടുക്കുമ്പോൾ ഒരാളും അത് അത്ര പോരാ, കുറച്ചും കൂടി കൂട്ടണം എന്നുള്ള രീതിയിലുള്ള ചെറിയൊരു വർത്തമാനം അവിടെ ഉണ്ടായി. അപ്പോൾ ഇത് ആദ്യം പറഞ്ഞതൊന്നും അവർക്ക് മനസ്സിലാവാണ്ട, ഇത് വലിയൊരു ബിസിനസ്സാണോ ഒരു തോന്നൽ അവർക്ക് ഉണ്ടായതുകൊണ്ട് അവർ പറഞ്ഞു, എന്തായാലും ഇതെല്ലാം അല്പം വ്യത്യാസപ്പെടുത്തിയിട്ട് പറഞ്ഞതിനേക്കാളും കുറേശ്ശെ കൂടുതൽ കൊടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രതിഫലം തരാൻ തത്സമയത്ത് അവരുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ശരത്തിനോട് പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല, നമുക്ക് സൗകര്യം മാതിരി മെല്ലെ തന്നാൽ മതി, എന്നെക്കൊണ്ട് ഇനി യാതൊരു പ്രശ്നങ്ങളുമില്ല, എനിക്കും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ തിരിച്ചു പോയത്. ഇതിൻ്റെയൊക്കെ ക്യാമറ കൃത്യമായി നിർവഹിച്ചിരുന്ന ഷാജി സാറാണ്, ഷാജി എൻ കരുൺ സാറായിരുന്നു. അങ്ങനെ കഴിഞ്ഞു. ഏകദേശം ഒരു കൊല്ലത്തോളം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തൃശ്ശൂർ ഏതോ ഒരു പരിപാടിക്ക് ഷാജി സാറ് കാണുകയാണ് എന്നെ. എന്നോട് പറഞ്ഞു, മട്ടന്നൂരൊരു സിനിമയിൽ അഭിനയിക്കണം. ഞാൻ പറഞ്ഞു, അതെന്നോട് പറയരുത് സാർ, കാരണം എനിക്കറിയാത്തൊരു വിഷയമാണത്. ഇല്ല, അതില്ല, ഇങ്ങനെ മോഹൻലാലിൻ്റെ കൂടെയാണ്, എന്നാൽ ഒട്ടും വേണ്ട, കാരണം ഭാരതന്മാരായിട്ടുള്ള എൻ്റെ അങ്ങനൊരു അനുഭവം എനിക്ക് മുൻപ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൽ തന്നെ ഒഴിവാക്കിയാണ്. അതല്ല, ഒരു ചെണ്ടക്കാരൻ്റെ റോളാണ്. പിന്നെ വാനപ്രസ്ഥം എന്നൊരു പടം കഥകളി ബേസായിട്ടുള്ള പടമാണ്. ആ പടത്തിൽ വേഷക്കാരനായിട്ടുള്ള മോഹൻലാലിൻ്റെ കൂടെ ചെണ്ടക്കാരനായിട്ടുള്ള രാമൻ എന്ന കഥാപാത്രമാണ് വേണ്ടത്. അതെന്തായാലും വരണം, അത് പറ്റൂല എന്ന് പറയരുത്. എന്തായാലും ഷാജി സാറിൻ്റെ നിർബന്ധത്തിന് ഞാൻ വഴങ്ങി. വന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ ചെയ്യിച്ചോളാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വാക്കും കൂടി കേട്ടപ്പോൾ എന്തായാലും നോക്കാം. അങ്ങനെ വാനപ്രസ്ഥം എന്നുള്ള സിനിമയിൽ മോഹൻലാൽ സാറിൻ്റെ കൂടെ ഉടനീളം അഭിനയിക്കാൻ സാധിച്ചു എന്നൊരു സിനിമാ കഥയാണ്. കാരണം ജീവിതത്തിൽ മറക്കാത്ത
അടുത്ത ഒരുപാട് അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ലാൽ സാറിനോടൊക്കെ ആയിട്ടുള്ള ആ സ്നേഹം, ആ ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ അറിവിനോടുള്ള ബഹുമാനം, ഇതൊക്കെ വളരെ അടുത്തപ്പോഴാണ് ഇതെല്ലാം മനസ്സിലാവുന്നത്. അവരൊക്കെ എന്നും ഓരോ നിമിഷങ്ങളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരന്മാരാണെന്നുള്ള വിഷയം കൂടി എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അതിൽ കൂടെ വെൺമണി ഹരിദാസേട്ടനുണ്ടായിരുന്നു, കലാമണ്ഡലം കേശവേട്ടനുണ്ടായിരുന്നു, അപ്പുട്ടി പോളാശാൻ ഉണ്ടായിരുന്നു, ഒരു ഗോപിയാശാൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തികഞ്ഞ കലാകാരന്മാർ ഒരുമിച്ച് പങ്കെടുക്കുന്നൊരു വിഷയമായിട്ട് അത് മാറി എന്നൊരു സന്തോഷം കൂടി സിനിമ അഭിനയത്തിൽ എനിക്കുണ്ടായി. എന്തായാലും അതൊരു നല്ല ഒരു അനുഭവമായിട്ട്, പ്രത്യേകിച്ചും മോഹൻലാൽ സാറുമായിട്ട് നമ്പൂതിരി സാറ് ഒരുപാട് അതിൽ പല വിഷയങ്ങളായിട്ട് ഷാജി സാർ എപ്പോഴും ഉണ്ട്. എപ്പോഴും വളരെ ഷാജി സാർ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ ഒരു വർത്തമാനം പറയുന്നത് നമുക്ക് കേൾക്കണമെങ്കിൽ തന്നെ അത്രയും ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ മെല്ലെ സംസാരിക്കുള്ളൂ അദ്ദേഹം. അത് തന്നെ ആ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ളൊരു വിഷയമാണ് സംസാരം മെല്ലെ ആക്കാനുള്ളൊരു പഠനം കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും അതൊരു നല്ല അനുഭവം, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് ആ സിനിമ അഭിനയം എത്രമാത്രം കേമായി എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അത് നിർവഹിച്ചു, എന്നെ അവരതിൽ ചേർത്തു എന്നുള്ളൊരു സത്യം. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ, സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പിന്നെ ഒരു സിനിമക്കാരനെ കൊട്ട് പഠിപ്പിച്ച കഥ, സാക്ഷാൽ മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായ പത്മശ്രീ ജയറാമിനെ മേളം പഠിപ്പിക്കാനുള്ള ഭാഗ്യം കൂടി എനിക്കുണ്ടായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അങ്ങോർക്ക് എൻ്റെ അടുത്ത് പഠിക്കാനുള്ള ഭാഗ്യം അങ്ങോർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതിനു മുമ്പേ തന്നെ അദ്ദേഹം പഞ്ചാരി മേളം അവസാനത്തെ 2-3 ഇല്ലെങ്കിൽ 4-5 കാലങ്ങളും പഠിച്ചിട്ട് ഒരു അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നടത്തിയിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഈ ഒളപ്പമണ്ണ മനയിൽ വരുന്നത്. ഒളപ്പമണ്ണ മനയുടെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് പറഞ്ഞല്ലോ. അവിടെ വന്നപ്പോഴാണ് എൻ്റെ താമസം അവിടെയാണെന്ന് മനസ്സിലാക്കി ഇദ്ദേഹത്തിന് കൂടുതൽ പഠിക്കണമെന്നും ഒരു മോഹം. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ജയറാം വരികയാണ്. വന്നിട്ട് പറഞ്ഞു, അച്ഛനെ എനിക്കിങ്ങനെ പഠിക്കാൻ മോഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, ഒരു വിഷയം നമുക്ക് ഏത് സമയമാണ് ഒഴിവ് എന്ന് ഇരുകൂട്ടർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ മുൻകൂട്ടി തീരുമാനിച്ച് എന്തായാലും പഠിപ്പിക്കാൻ തയ്യാറാണ് ഞാൻ. പക്ഷേ ഒരു സിനിമാ നടൻ്റെ എല്ലാ സൗകര്യങ്ങളും തന്നുകൊണ്ട് ഇവിടെ പഠിപ്പിക്കുക അത്ര എളുപ്പവുമല്ല. ഇവിടെ വരുമ്പോഴും നിങ്ങളെ വീടാണെന്ന് വിചാരിക്കുക. അടുക്കളയിൽ പോയിട്ട് പോലും എടുത്ത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഇത് സ്വന്തം വീടായിട്ട് അവനവൻ എന്താണോ ആവശ്യം അതിവിടെ വന്നാൽ അങ്ങനെ നിർവഹിക്കുക. അങ്ങനെയാണ് ഏറ്റവും സുഖം പഠിപ്പിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ തയ്യാറാണ്. ഇത് പറയേണ്ട താമസം അദ്ദേഹം ഷർട്ട് ഊരിയിട്ട് പറഞ്ഞു, ഇനി ഞാനിവിടുത്തെ ആളായി. അങ്ങനെയാണ് ആ പഠനം തുടങ്ങുന്നത്. അത് കൃത്യമായിട്ട് പഞ്ചാരി 1-ാം കാലം മുതൽ 5-ാം കാലം വരെ പഠിച്ച് കൃത്യമായിട്ട് അരങ്ങേറ്റം നടത്തി. അതിന് ശേഷം അദ്ദേഹം പാണ്ഡിമേളം കൂടി പഠിച്ചു. അതിന് ഞാൻ 10 ദിവസം മദ്രാസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടാണ് പഠിപ്പിച്ചത്. ഒരു കൊല്ലം മുമ്പ് നിശ്ചയിച്ചൊരു വിഷയമാണിത്. അടുത്ത കൊല്ലം ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ എനിക്ക് പാണ്ഡിമേളം കൂടി പഠിക്കണം എന്നുള്ള താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ മദ്രാസിൽ പോയിട്ടാണ് അത് അദ്ദേഹത്തിൻ്റെ അവിടെ താമസിച്ചിട്ടാണ് പഠിപ്പിച്ചത്. അങ്ങനെ ഒരു സിനിമ നടനെ ഒരു കൊട്ടുകാരനും കൂടി ആക്കി മാറ്റാനുള്ളൊരു ഭാഗ്യം കൂടി എനിക്കുണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അതിൽ കാണുന്നത് അദ്ദേഹത്തിന് അതിനോടുള്ള ഇഷ്ടം, ആ വിഷയത്തോടുള്ള ആരാധന കുട്ടിക്കാലം മുതലുള്ള വിഷയമാണ്. അദ്ദേഹം തന്നെ പറയണോ, അത് ഒരു ഫലത്തിലെത്തിക്കാൻ എനിക്കും കൂടി സാധിച്ചു എന്നുള്ളൊരു ആത്മസംതൃപ്തി ജയറാമിനെ പഠിപ്പിച്ചുകൊണ്ട് എനിക്കുണ്ട്. അദ്ദേഹം അത് കൃത്യമായിട്ട് വളരെ ഇഷ്ടമായിട്ട് ഇപ്പോഴും 3 മണിക്കൂർ കൊട്ടണം എന്ന് പറഞ്ഞാൽ യാതൊരു വിഷമമില്ലാത്ത സന്തോഷത്തോടു കൂടി ചെയ്യാനുള്ള മനസ്സ് ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു നടനും കൂടിയാണ് ജയറാം എന്നുകൂടി പറയാൻ ഒരുപാട് സന്തോഷമുണ്ട്. ജയറാമിനെ പഠിപ്പിക്കുന്നത് ഞാൻ 2 തരത്തിലാണ് ചെയ്തത്. ജയറാമിന് പറഞ്ഞ വായ്ത്താരി എന്ന് പറഞ്ഞാൽ നഗിണ്ണ കണ്ണ കണ്ണ നഗിണ്ണ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എന്താ. അപ്പോൾ ഞാൻ ചോദിച്ചു, ജയറാം തന്നെ അത് പല സ്ഥലത്തും പറയാറുണ്ട്. ജയറാം എന്തായാലും ഒരു ഈശ്വര വിശ്വാസിയും, അപ്പോൾ നാമം ചെല്ലാറുണ്ടോ? നാമം ചെല്ലാറുണ്ട്. അങ്ങനെ ഹര ഹര ശിവ ശിവ അങ്ങനെ നാമം ചെല്ലാറുണ്ടോ? ആ ഒരു
നാമരൂപത്തിലാണ് ജയറാമിനെ ഞാൻ പഞ്ചാരി 1-ാം കാലം പഠിപ്പിച്ചത്. ആ നാമം ചൊല്ലി അങ്ങനെയാണ് കൊട്ട്. ഹര എന്ന് പറഞ്ഞാൽ വലത്തേക്കൂലും നടുവിലും വക്കത്തും ഹ ര ഹ ര ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ അത് സ്വീകരിക്കാനും അത് ചെയ്യാനും സാധിച്ചു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. അദ്ദേഹം തന്നെ എല്ലാ വേദിയിലും പറയും, പഠിപ്പിച്ച ആശാൻ്റെ ആ ഒരു രീതി എത്ര പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു കൗതുകകരമായ പഠിപ്പിക്കലായിരുന്നു. പിന്നെ അദ്ദേഹത്തിനത് ഏറ്റവും വേണമെന്നുള്ള മോഹം, ഒരു വിഷയം വേണമെന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പഠിച്ചെടുക്കാൻ അവർ കാണിക്കുന്ന താല്പര്യം, അത് ജയറാം ചെയ്യേണ്ടി ഇന്നും അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഞാൻ എപ്പോഴും അദ്ദേഹത്തിനെ വിളിച്ച് പറയാറുമുണ്ട്. പല സ്ഥലത്തും കൊട്ടി കേട്ടാലുള്ള വിഷയം ആ ഒരു മനസ്സാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം. മേളം, പഞ്ചാരി മേളം, പാണ്ടിമേളം, അങ്ങനെ പല മേളങ്ങളും ഉണ്ട്. എൻ്റെ മനസ്സിൽ അന്നേ ഈ ഒരു അന്വേഷണ വിഷയമായിട്ട് സഞ്ചരിക്കുന്നൊരു കലാകാരനായിപ്പോയി ഞാൻ. ഈ മേളത്തിൽ കേരളത്തിലുള്ള കുറുങ്കുഴൽ എന്ന വാദ്യം ഏറ്റവും അധികം ശ്രുതിയായിട്ട് വായിക്കാനും കീർത്തനം ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള പാട്ടുകൾ വായിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് കേരളത്തിലെ കുറുങ്കുഴൽ. ഞാൻ തൃശ്ശൂർ പൂരത്തിനൊക്കെ പങ്കെടുക്കുന്ന ആദ്യകാലത്ത് പൂരം വളരെ കേമമായി കൊട്ടിയതിന് ശേഷം എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇതിൽ തന്നെ നടക്കണം എന്ന് ഉപദേശിക്കുന്ന കണ്ണൂരിലൊരു രാജൻ മാഷുണ്ട്, MN രാജൻ മാഷ്. അദ്ദേഹം നമ്പീശൻസ് ഡയറിയുടെ മകളുടെ ഭർത്താവും കൂടിയാണ്, DO ആയിട്ട് ജോലി ചെയ്ത ഒരാളാണ്. സംഗീതത്തിൽ വളരെയധികം താല്പര്യം. ആ ഒരു കാലത്ത് ഞാൻ പറഞ്ഞൊരു 50 വർഷം മുൻപുള്ള അവിടെ കണ്ണൂർ സംഗീത സഭയുടെ പ്രധാനിയായിട്ട് നടത്തിപ്പുകാരനും കൂടിയായിരുന്നു അദ്ദേഹം. ആ കാലത്തൊക്കെ ബാലമുരളി കൃഷ്ണ ഉൾപ്പെടെയുള്ള ഉമയാൾപുരൻ സാർ ഉൾപ്പെടെ ഏത് സംഗീത വിദ്വാന്മാരും വാദ്യവിദ്വാന്മാരും അവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാളും കൂടിയാണ്. അദ്ദേഹത്തിന് എന്നോട് വലിയ പ്രിയമായിരുന്നു. അങ്ങനെ തൃശ്ശൂർ പൂരം കൊട്ടിയിട്ട് ഞാൻ അവിടെ ചെന്ന് ഞാൻ ഇക്കൊല്ലം തൃശ്ശൂർ പൂരത്തിന് പങ്കെടുത്തു എന്ന് വളരെ സന്തോഷമായിട്ട് പറഞ്ഞപ്പോൾ നന്നായി. പക്ഷേ എനിക്ക് ആ കാലത്തൊന്നും TV ഇല്ല നാട്ടിലും, റേഡിയോ മാത്രമുള്ളൊരു കാലമാണ്. പക്ഷേ തൃശ്ശൂർ പൂരം ഞാൻ ആ ശബ്ദം ഇങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു കാക്ക കരയുന്ന മാതിരി ഒരു ശബ്ദം, അത് എന്താണ് സംഭവം, ഇദ്ദേഹത്തിന് അതറിയില്ല. അതൊരു ചെറിയൊരു അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. അല്ലെങ്കിൽ കുഴപ്പമൊന്നും, എന്തായാലും പങ്കെടുത്തതിൽ സന്തോഷമായി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ വിഷയം എന്ന് പറഞ്ഞാൽ കുറുങ്കുഴലിൽ 20 കുറുങ്കുഴലുണ്ടെങ്കിൽ 20ഉം പല ശ്രുതിയിലും പല രീതിയിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് അന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. അത് അദ്ദേഹത്തിന് അത്ര താല്പര്യമായില്ല. അപ്പോൾ അത് താല്പര്യം ആവണമെങ്കിൽ ഈ സംഗീതം കൃത്യമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഉപകരണം എന്തുകൊണ്ടൊരു ശ്രുതിയിൽ കൊണ്ടെന്ന് ഒരു യോജിപ്പ്, എല്ലാവരും തമ്മിൽ ഒരു യൂണിഫോമിറ്റി അത് കൊണ്ടുവരാൻ എന്താണ് വേണ്ടതെന്നൊരു ചിന്ത എനിക്കുണ്ടായി. അപ്പോഴാണ് പഞ്ചാരി മേളം, 5 കാലമുള്ള പഞ്ചാരി മേളത്തിന് 5 രാഗങ്ങൾ, അത് ശങ്കരാഭരണമായാലും ഭൈരവിയായാലും മോഹനമായാലും കലാശിക്കുന്നത് മധ്യമാവധി രാഗത്തിൽ. ഇങ്ങനെ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലൊരു മോഹം വന്നു. എനിക്ക് ഏറ്റവും സ്വാധീനമുള്ള കുറുങ്കുഴൽ വാദ്യ കലാകാരനാണ് പനമണ്ണ മനോഹരൻ എന്ന് പറഞ്ഞ ആൾ. എൻ്റെ മേളത്തിനെല്ലാം കൃത്യമായിട്ട് വരുന്ന ഒരാൾ. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, മനോഹരൻ ഇന്നൊരു മോഹം എനിക്കുണ്ട്. അപ്പോഴും മനോഹരൻ എന്നോട് പറഞ്ഞു, അതിന് ഏറ്റവും നല്ലത് എൻ്റെ ഗുരുനാഥനാണ്, സാക്ഷാൽ പല്ലാവൂർ കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തിനെ ശങ്കരേട്ടൻ വിളിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിനുള്ള കൃത്യമായിട്ടുള്ള എല്ലാ സഹകരണവും ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. അത് മറ്റൊരു കഥയാണ്. ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റൊരു ശങ്കരൻകുട്ടി, സന്തോഷം, എന്താ വിഷയം? ഞാൻ ഇതാണ് വേണം, കുറുങ്കുഴലിന് ഒരു ശ്രുതിയിൽ കൊണ്ടുവന്നിട്ട് ഒരു മേളത്തിന് അതിനൂതാനുള്ള ചില രാഗഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കലാണ് സ്വരം വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, അത് മാത്രം എന്നോട് പറയരുത്, കുറുങ്കുഴൽ വായിക്കാനുള്ള വിഷയമായി എന്നോട് പറയരുത്. അപ്പോൾ എന്താ അതിന് കാരണം? ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ പല്ലാവൂർ ക്ഷേത്രത്തിൽ കുറുങ്കുഴൽ അടിയന്തര വാദ്യകലാകാരനായിരുന്നു. ആ കുറുങ്കുഴൽ കൊണ്ട് ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല എന്ന് സ്വയം മനസ്സിലാക്കി അനുഭവിച്ച് തമിഴ്നാട്ടിൽ നാഗസ്വരം പഠിക്കാൻ പോയി.
അവിടെ ചെന്ന് നാദസ്വരം പഠിച്ചു. അതിനുശേഷം കൃത്യമായിട്ട് നാദസ്വരം ഊതിയിട്ട് ആണ് ഇപ്പോഴും അദ്ദേഹം കഴിയുന്നത്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഇപ്പോൾ വിഷമങ്ങളെല്ലാം മാറിയോ? ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. നമ്മൾ എന്നാൽ പഴയ കുഴൽ നോക്കാമല്ലോ, ഏതായാലും വിഷമിച്ചൊരു കാലത്താണല്ലോ പോയത്, ഇപ്പോൾ വിഷമമില്ലെങ്കിൽ വീണ്ടും നമുക്ക് അങ്ങനെ പറഞ്ഞ് അവസാനം എൻ്റെ വാക്കിൽ അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഒരു മാസക്കാലം അദ്ദേഹവും മനോഹരനും കൊമ്പിന് മച്ചാട് മണികണ്ഠൻ തുടങ്ങി നിരവധി കലാകാരന്മാർ എൻ്റെ വീട്ടിൽ വന്ന്, വെള്ളിനഴിയുടെ വീട്ടിൽ വന്ന് റിഹേഴ്സൽ ചെയ്തിട്ട് ഒരു ശ്രുതിമേളം പഞ്ചാരി എന്നൊന്ന് അവതരിപ്പിക്കാനും അത് റെക്കോർഡ് ചെയ്ത് വെക്കാനും സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് വരുന്ന കുറുങ്കുഴൽ കലാകാരന്മാരെല്ലാവരും ഇത് വായിക്കുന്ന ഒരുപാട് ശിഷ്യന്മാർ മനോഹരന് തന്നെ ഉണ്ട്. പക്ഷേ കേരളത്തിലുള്ള കുറുങ്കുകൾ മറ്റ് കലാകാരന്മാർ അവരും കൂടി ഇത് ശ്രദ്ധിച്ചു തുടങ്ങി. ഇത് കൃത്യമായിട്ടൊരു രാഗത്തിൽ വായിക്കണം എന്നുള്ളൊരു തോന്നൽ അവരിലും ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നു. അതാണ് എൻ്റെ ശ്രുതിമേളം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം അതാണ്. അപ്പോൾ അത് ഇപ്പോഴും നടന്നു വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും എന്നതൊരു വലിയൊരു സന്തോഷമുള്ള വിഷയമാണ്. ഈ ചെണ്ടയൊക്കെ അന്ന് സാധാരണ തുണി കൊണ്ടിരുന്ന ചാക്ക്, ആ ചാക്കിൽ കെട്ടിയിട്ടായിരുന്നു ചെണ്ട കലാകാരന്മാരുടെ യാത്ര. അപ്പോൾ സാധാരണ ഒരു ബസ്സിലും അറിഞ്ഞുകൊണ്ട് അവരെ കയറ്റില്ല. കാരണം ഇത് കയറ്റിയാൽ മറ്റു യാത്രക്കാർക്ക് ഈ ചാക്ക് മേൽ തട്ടിയിട്ടോ അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം കാരണം കഴിയുന്നതും അവർ ഒഴിവാക്കും. പിന്നെ ചില ബസ് സ്റ്റാൻഡിൽ പോയി കയറിക്കഴിഞ്ഞാൽ അവർക്ക് സീറ്റായി മടിയിൽ വെക്കാം. സാധാരണ വഴിയിൽ നിർത്തിയെടുക്കാൻ പല ഡ്രൈവർമാരും മടി കാണിക്കുന്നു. അപ്പോഴാണ്, പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് ബസ്സൊന്നും നിർത്തുകയില്ല, അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവറായാൽ അങ്ങനൊരു ജോലി സമ്പാദിക്കണം. അതിൻ്റെ കാരണം ഇതാണ്, ഡ്രൈവിങ് പഠിച്ച് കൃത്യമായിട്ടൊരു ട്രാൻസ്പോർട്ട് ഡ്രൈവർമാരാവുക, എന്നിട്ട് എല്ലാ വാദ്യ കലാകാരന്മാരെയും കൃത്യമായിട്ട് കയറ്റി കൊണ്ടുപോകുക എന്നുള്ളൊരു മോഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രൈവിങ് പഠിച്ചു. ആദ്യം ഒരു മോട്ടോർ സൈക്കിളാണ് മേടിച്ചത്. മോട്ടോർ സൈക്കിൾ കഴിഞ്ഞ് പിന്നെ ഒരു കാറായി, പിന്നെ കാറിൻ്റെ മേന്മ കൂടി വന്ന് ഒരു ഇന്നോവ കാറ് വരെ എത്തി എന്നുള്ളത് സത്യം. അത് ഈ ഡ്രൈവിങ്ങിൻ്റെ ഒരു മോഹമാണ്. ആദ്യം ഡ്രൈവർ ആവണം എന്നുള്ളൊരു മോഹം, പിന്നെ അത് ആയിട്ടില്ല. പക്ഷേ എങ്കിലും വാഹനം ഓടിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വിഷയത്തിലൊന്നാണെന്ന് അതും കൂടി ഉണ്ട്. ഇപ്പോഴും അല്ലാണ്ട് അതിന് പുറപ്പെടാറില്ല. എങ്കിലും അത്തരം മോഹങ്ങളൊക്കെ ഒരു കാലത്ത് ഞാൻ എന്നെക്കുറിച്ചൊരു പുസ്തകം എഴുതിയതിൽ ഞാനൊരു വിഷയം പറഞ്ഞിട്ടുണ്ട്. മോഹിക്കുമ്പോൾ സാധിക്കാത്തവനും സാധിക്കുമ്പോൾ മോഹിക്കാത്തവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നൊരു ജീവിത പാഠം അതെനിക്ക് പഠിക്കാൻ സാധിച്ചുള്ളൊരു വലിയൊരു വിഷയമാണ്. ഞാൻ പറയാറുണ്ട്, വാദ്യകലാരംഗത്ത് അറിഞ്ഞുകൊണ്ട് ഒരു 58 കൊല്ലമായി സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇല്ല, ഒരു 55 കൊല്ലം. ഇത്രയും നാൾ കേരളത്തിൽ ഈ വാദ്യകല കൊണ്ട് നടന്ന ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് ത്യാഗങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം അനുഭവിച്ച ഒരു കലാകാരൻ കൂടിയാണ് ഞാൻ. ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും അധികം സുഖമായിട്ട് നടക്കുന്ന ഒരാളും കൂടിയായിരിക്കും ഞാനെന്നും പറയാൻ സന്തോഷമുണ്ട്. കാരണം ഇത്രയും കാലം ഞങ്ങളെ ഏറ്റെടുത്ത ജനങ്ങൾ അവരിപ്പോഴും കൃത്യമായി സ്നേഹത്തോടു കൂടി ഞങ്ങളെ കൊണ്ടു നടക്കുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരത്തിന് കൊട്ടി അവിടുന്ന് പൂരത്തിൻ്റെ മേളം വേണ്ടാന്ന് വെച്ച് ഞാനിപ്പോൾ ഇരിക്കുന്നത് തൃശ്ശൂർ, കേരളത്തിൻ്റെ കൃത്യമായിട്ടുള്ള അക്കാഡമികളുടെ ആസ്ഥാനമായ തൃശ്ശൂർ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ എന്ന നിലയിലാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചത് അത് നമ്മളുടെ പ്രവൃത്തിയുടെ ഗുണമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. അത് തുടർന്ന് എനിക്കും അതോടൊപ്പം തന്നെ എന്നെ കേൾക്കുന്നവർക്കും എങ്ങനെയാണ് ഒരു ജീവിതം മുന്നോട്ട് നീങ്ങേണ്ടത് ഉള്ള വിഷയത്തിൽ ചിന്തിക്കാനുള്ളൊരു അവസരം കൂടിയായിട്ട് മാറട്ടെ ഇത് എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ ഞാനും നിങ്ങളും എല്ലാം ഒന്നായിട്ട് മാറും. ആ ഒരുമയാണ് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ആശിക്കുന്നത്, അതാണ് ഇഷ്ടപ്പെടുന്നത്, അതാണ് വേണ്ടത്. അതിനുള്ള പ്രവർത്തനം നമുക്ക് യോജിച്ച് ചെയ്യാം എന്നുകൂടി പറയാൻ ആഗ്രഹിക്കാം.